അടയും ഗ്ലാമർ ആയിണ്ടല്ലോ. പണ്ട് ഇത്ര പോസ്റ്റ് ഒന്നുമല്ലല്ലോ ചെയ്യും അവിടെ. ഇന്റർവ്യൂവിന് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ് ഗ്ലാമർ ആണ്. ടെൻഷൻ ഫ്രീ ആയിരിക്കും ആയിട്ടുള്ളതാ. സാറില്ല ഇന്റർവ്യൂവിന് കുറച്ച് വല്ല പബ്ലിസിറ്റി വേണ്ടേ. സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടുണ്ടാവും. അവിടുന്നാണ് ചെയ്യാറ്. ഓക്കെ ഓക്കെ റൈറ്റ്. ഗൈസ്, ഇത് മിസ്റ്റർ ഗോകുൽ. ഗോകുൽ ഫസ്റ്റ് ചാൻസിൽ ജെഇ ക്രാക്ക് ചെയ്ത് NITയിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ്. അപ്പം ഇപ്പോൾ ഒരു നവംബർ സമയമൊക്കെ ആയപ്പം എല്ലാവർക്കും ഉണ്ടാവും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് ഗോകുലിലെ ക്രാക്ക് ചെയ്ത ആൾക്കാർ പറയട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം എന്ത് ചെയ്യാം, ഗോകുല് മാത്രമല്ല ഒരുപാട് ആൾക്കാർ വരാണ്ട്. അപ്പം ഫസ്റ്റ് വീഡിയോ വെൽക്കം ഗോകുൽ, നമ്മളെ തുടക്കം മുതലേ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. പറയട്ടെ, എപ്പോഴാണ് എനിക്ക് ജെഇ എന്നുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിങ് പഠിക്കണം, NIT പഠിക്കണം, IIT പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തുടങ്ങി? കാരണം എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. ഞാൻ ഒരു എട്ടിൽ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യുക. കൊറോണ ടൈമിൽ ഞാൻ 9ാം ക്ലാസ് ആ ഒരു ടൈമൊക്കെ പഠിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ ഇങ്ങനെ എവിടുന്നൊക്കെയോ മറ്റേ മൈക്രോസോഫ്റ്റിന്റെ ഓൺ ബോർഡിങ് കിറ്റ് അയച്ചു കൊടുക്കുന്നു, ഗൂഗിളിന്റെ ഓൺ ബോർഡിങ് കിറ്റ് അയച്ചു കൊടുക്കുന്നു. ഇത് ലാപ്ടോപ്പ് ഒക്കെ ഉള്ള, മാക്ബുക്ക് ഒക്കെ കണ്ട് ഉള്ള. നല്ല ഇൻട്രസ്റ്റ് ആയി. ആ പിന്നെ നോക്കി എങ്ങനെ ഇങ്ങനെ മൈക്രോസോഫ്റ്റ് കിട്ടുക, ഗൂഗിളിന്റെ കിട്ടുക, അങ്ങനെ നോക്കി നോക്കി പോയപ്പോ ടയർ 1 കോളേജിൽ പഠിക്കണം എന്ന് ആരോ പറഞ്ഞു. ആ. ആ ടയർ 1 കോളേജ് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എഞ്ചിനീയറിങ് എന്റെ ചുറ്റുപാട്, ടയറുള്ള കോളേജാന്നൊക്കെ ആയിരിക്കും അന്നേരം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? അല്ല ഞങ്ങളുടെ എന്റെ സറൗണ്ടിങ് ആരും ലൈക്ക് NIT IIT നാട് എവിടെയായിരുന്നു നിന്റെ? അറിയുന്ന ഒരാളില്ലായിരുന്നു. നാട്? നാട് കണ്ണൂര്. കണ്ണൂർ കണ്ണൂർ. കുറച്ച് ഉള്ളിലോട്ടാണ്. ഓക്കെ ഓക്കെ റൈറ്റ്. മാണിയൂർ ഭാഗത്ത്. സ്ഥലം കൂടി പറഞ്ഞോ, ആരെങ്കിലും മാണിയൂർ. ഉണ്ട്? ആ, മാണിയൂർ. മാണിയൂർ. മാണിയൂർ അല്ലേ? ഓക്കെ ഓക്കെ, അധികം മനസ്സിലായി. അങ്ങനെ ആ ഇതില്ല. ഓക്കെ ഓക്കെ റൈറ്റ്. കുറച്ച് ഉള്ളോട്ടാ. ആ ആ. അപ്പൊ ഞാനിങ്ങനെ പേഴ്സണലി ആയിരിക്കും അങ്ങനെ അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് എന്താ ടയർ 1 കോളേജ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് IIT എന്നാണെന്ന് NIT എന്നാണെന്ന് അപ് ടു 9th എനിക്ക് ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്ന സാധനം കാര്യം തന്നെ എനിക്കറിയില്ല. പിന്നെ IIT കണ്ടു, NIT കണ്ടു. പിന്നെ എങ്ങനെ ഇങ്ങനെ NIT ഹോം സിക്നെസ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉം, NIT കാലിക്കട്ട് പോകാന്ന് വിചാരിച്ചു. ഉം. അങ്ങനെ ഓക്കെ. 10ലെത്തിയപ്പോഴാണ് ഒരു ഫെയർ ആയിട്ടൊരു അത്യാവശ്യം ഐഡിയ ഉണ്ട്. പക്ഷെ അത് സ്റ്റിൽ ഏർലി ആട്ടോ. കാരണം 10ാം ക്ലാസ് എത്തുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം +1 ഇത് ഭയങ്കര സ്മൂത്ത്. നീ കമ്പ്യൂട്ടർ സയൻസ് ലാസ്റ്റ് ആയിരുന്നു എടുത്തേ? അല്ലല്ല ബയോളജി ആയിരുന്നു. ഞാൻ പഠിച്ച സ്കൂൾ അടുത്തുള്ള സ്കൂളും അത് ബയോളജി നാട്ടിലൊക്കെ അല്ലായിരുന്നു. ഉള്ള ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ഒരു ബാച്ചേ ഉണ്ടാവുള്ളൂ, അത് മോസ്റ്റ് ഉം. പ്രോബബ്ലി ബയോസയൻസ് ആയിരിക്കും അല്ലെ? ബയോസയൻസ്. അപ്പൊ പറയടാ, ഡേ ഇൻ ഡേ ലൈഫ് ഒക്കെ ഓർമ്മയുണ്ടോ അന്ന്? അല്ല ഇത് +1 +2 ഒക്കെ? ഞാനിത് എവിടുന്ന് തുടങ്ങി അറിയോ? ആ നമ്മളെ അസർ സാറിന്റെ ഒരു വീഡിയോ ഉണ്ടായില്ലേ, ആ ഒരു ഓക്കെ. 52 മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആ മോട്ടിവേഷൻ യെസ് സാധനം യെസ് പോലത്തെ യെസ് സാധനം ഉണ്ട്. യെസ്. അതോർ ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മളെ സ്റ്റാഫായി മാറിയ. അതെയോ? കരക്കൂർ കഴിഞ്ഞ് ഇപ്പൊ ആ ഇവിടെ. ഞാൻ ഓറിന്റെ ആ വീഡിയോ കണ്ടിട്ട്, പഴയ ചാനൽ, ആ ചാനലിൽ ഇപ്പൊ വീഡിയോ ഇല്ലാന്ന് തോന്നുന്നു. ആ വീഡിയോ ഇല്ലല്ല, അത് നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയുമ്പോ അന്നൊക്കെ അങ്ങനെയായിരുന്നല്ലോ മോഡ്, ഒരു വർഷം ഞാൻ ഒരു പക്ഷേ ചാനൽ തുടങ്ങാൻ. ലൈക്ക് യൂട്യൂബിൽ ഞാൻ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ അതായിരുന്നു. ഞാൻ ഭയങ്കര റിഗ്രറ്റ്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് ലേക്കാക്കി കളിക്കും. ഞാൻ ഇങ്ങനെ അതൊന്നും എടുത്ത് കണ്ടോക്കിയാലോ എന്ന് വെച്ച് കുറെ തപ്പി നോക്കി. ആ ആ ആ കിട്ടിയില്ല. ഓ, റൈറ്റ്. അതിലിങ്ങനെ സാർ ഇങ്ങനെ ലൈക്ക് എന്താ പറയാ, ഓരോ പ്രിപ്പറേഷന്റെ സ്റ്റെപ്പും ഒക്കെ പറഞ്ഞിട്ട് ഉം, വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഡിസേബിൾ ആക്കുക, ഇൻസ്റ്റ കളയുക, ഉം, അങ്ങനത്തെ കുറെ സാധനമൊക്കെ പറഞ്ഞ് ലൈക്ക് ഒന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു. ഉം, ഉം, പിന്നെ ആ 2 കൊല്ലം ഞാൻ മെനക്കെട്ടിട്ടുള്ളൂ. അതിന് ഉം. മുന്നൊക്കെ പോകുന്ന വഴിക്ക് പോട്ടെ ആ ഒരു ഇതായിരുന്നു. നമ്മളൊക്കെ പോലെ 2 കൊല്ലം കൊണ്ട് ലൈഫ് സെറ്റാക്കി. 2 കൊല്ലം കൊണ്ട് അത്ഭുതങ്ങളൊന്നും ആയിരുന്നു. സംഭവിച്ചിട്ടില്ല, ലൈഫ് സെറ്റാണല്ലേ? പ്രതീക്ഷിക്കാം. ആ ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പം അസർ ഇപ്പൊ ശരിക്ക് ആ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. അവനിപ്പോ അല്ല, ഞാൻ വാട്സാപ്പില്ല. കണ്ടതിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനം അതായിരുന്നു. എന്നെ ആ കിട്ടണമെങ്കിൽ സിഗ്നലൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ടാണ്. വാട്സപ്പ് ഒന്നും ഇല്ല ഇപ്പൊ. ആ ഓക്കെ സിഗ്നല് ഞാനും റൈറ്റ്. കുറെ കാലം ഉപയോഗിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അന്നൊക്കെ എങ്ങനെയാ, അതായത് നീ തുടക്കം മുതൽ അത്യാവശ്യം സമയം പഠിക്കാറുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒരു ഒരു +1 കാലഘട്ടം എന്ന് പറഞ്ഞ, പൊതുവെ +1 നമ്മൾ ഈ സ്റ്റേറ്റ് ബോർഡ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് പണിയായിരിക്കൂലേ കാര്യങ്ങൾ മനസ്സിലാവാനും. ആ തുടക്കത്തിലുള്ള ഒരു 6 മാസത്തെ കഥ പറഞ്ഞ, ഇപ്പൊ ഒരു കാരണം നവംബർ എനിക്ക് എന്ന് വരെയുള്ള പറഞ്ഞാല് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. എന്താ ആ പറയാ, ബാക്കിയുള്ള 10ാം ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ എ NIT പ്ലസ് കിട്ടിയിട്ട് കിട്ടിന്. IIT പക്ഷെ കുറച്ച് അത് ആദ്യ. അതങ്ങനെ ഒരു ഇതാണ്. 10ാം ക്ലാസ് ഫുൾ എ പ്ലസ് കിട്ടാൻ അത്ര വലിയൊരു ഡിഫിക്കൽട്ടി ഉള്ള റൈറ്റ് കാര്യമൊന്നുമില്ല. റൈറ്റ് യെസ് യെസ്. പിന്നെ എന്താ പറയാ, ഈ LSS കിട്ടിയിട്ടില്ല, USS കിട്ടിയിട്ടില്ല, NMMS കിട്ടിയിട്ടില്ല, NTS കിട്ടിയിട്ടില്ല, കലോത്സവത്തിന് പോയിട്ടില്ല, ശാസ്ത്രമേള ഒന്നിനും അങ്ങനത്തെ ഒരു സാധനത്തിന് പോയിട്ടൊന്നുമില്ല. ആ ആ. ലൈക്ക് കംപ്ലീറ്റ്ലി ബേസിക് ആയിട്ടുള്ള എടുക്കുന്ന. അപ്പം ഈ ഈ സാധനങ്ങളൊക്കെ നീ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഏത്? NMMS എഴുതി, USS എഴുതിന്, NMMS എഴുതിന്, ഒന്നും അപ്പൊ കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞ യു NTS ആർ ജസ്റ്റ് ആൻ ആവറേജ് ആ അങ്ങനെ അത്രേ നോക്കുകയാണെങ്കിൽ ഉള്ളൂ. അല്ലേ? ലൈക്ക് Yes, yes, ആ. എന്താ പറയാ, ഇപ്പോ ഫുൾ എ പ്ലസ് കിട്ടാൻ 35-36 മാർക്ക്. അതെ. അല്ല ആ അത് പ്രശ്നം അത് നമുക്ക്. കിട്ടുന്ന ഉറപ്പാണ്. ആ, അത്രേ എനിക്ക് വേണ്ടുന്നതാണ്. yes, ആ. 40 വേണമെന്നുള്ളൊരു ഇതില്ലായിരുന്നു ആ ടൈമൊക്കെ. ഓ ഓക്കെ. ആ ആ ആ. ആ ഫൈൻ 36 ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇറങ്ങി ഒരു ഹോളിൽ നിന്ന്. ആ ആ ഓക്കെ. ഒരു ആ ടൈപ്പ് ആയിരുന്നു. അപ്പൊ പിന്നെ
എങ്ങനെയെങ്കിലും ആ ഒരു മാർക്കിലേക്ക് എത്താൻ കളിക്കും, പിന്നെ എന്താ ആവട്ടെ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഇപ്പൊ പ്ലസ് വണ്ണിലെത്തിയപ്പോ കാര്യം അങ്ങനെയല്ലല്ലോ, നമ്മളെ സെറ്റൊക്കെ കഴിയുമ്പോൾ ഓക്കെ ഭയങ്കര ഈസിയാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ വരുമ്പോ അവിടെ തുടങ്ങി. ഇത് ഞാൻ പഠിച്ച പോലെ ഒന്നല്ല. പിന്നെ ഫിസിക്സും അങ്ങനെ തന്നെ, ഫസ്റ്റ് ചാപ്റ്റർ അത്യാവശ്യം എളുപ്പത്തിൽ പോയി. എനിക്ക് എന്താ സത്യം പറഞ്ഞ പ്ലസ് വണ്ണിൽ തുടങ്ങിയാൽ എനിക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഓ ഓക്കെ. എക്സ് കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു. എക്സ് കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ അതാണ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എന്തോ ചാൻസിൽ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ആയിട്ട് വന്നു. ചില ഇൻട്രസ്റ്റിംഗ് സമയം ആയിരുന്നു ഇതിങ്ങനെ സബ്ജക്ട്. പ്ലസ് ആവും, ചില സമയം ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് നടക്കുന്നു. ഞാൻ റാൻഡംലി ഇടുകയൊക്കെ ചെയ്യാം. മനസ്സിലായി. അത്രക്ക് വലുതാവരുള്ള പിള്ളേർ കുറവായിരിക്കും എന്തായാലും. ആ പിന്നെ എക്സാമ്പിൾ ആണ് ഫോളോ ആ, ചെയ്യാൻ പറ്റും. അല്ല എന്നിട്ട് പിന്നെ ഞാൻ എന്തോ ഒരു ഡൗട്ട് ക്ലിയറൻസിൽ ഞാൻ രജു ബോർഡിൽ അയച്ചു കൊടുത്തു. ആ അപ്പൊ അവിടുന്ന് ഒരു സാർ നല്ലോണം കലമ്പി, ആ നല്ലോണം വഴക്ക് പറഞ്ഞു. ആ ഇങ്ങനെ പോയാൽ നടക്കൂല, ആ ഈ ആദ്യം പോയിട്ട് ബേസിക്സ് പഠിച്ചിട്ട് വന്നാൽ മതി. ആ ഞാൻ സാറ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, മറ്റേ പോളിനോമിയൽസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇത് തേച്ചും പോയി കവർ ചെയ്തു. രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അത് തീർത്തു. പിന്നെയാണ് ഇതൊരു ഐഡിയ വന്നത്, അറിഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഭാഗ്യത്തിന് ശരിയായിരുന്നു ഉത്തരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ. ഇത് കൂട്ടി വെക്കാം, അത് കുറഞ്ഞു കൂട്ടി വെക്കാം. വെക്കാം, പോയാ പോയി വന്നാ വന്ന്. ഞാൻ ലാസ്റ്റ് ഒരു നമ്പർ ഇട്ട് വെക്കും, എക്സിന് വേണം ഞാനായിട്ട് ഒരു നമ്പർ ഇട്ട് വെക്കും. അങ്ങനെ കിട്ടുന്നുണ്ടോ, ഓക്കെ ഫൈൻ, ആ ഒരു രീതിയിൽ നോക്കിപ്പോയതാ. ലാസ്റ്റ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബേസിക്സ് ഒക്കെ സെറ്റ് ആയത്. ഫസ്റ്റ് ഇയർ ഒരു 3 മാസം ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനാവില്ല, ജെയിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനാവില്ല. ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അതെങ്ങനെ നീ അതായത് ഭൂരിഭാഗം കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നിന്നെ പോലെ തന്നെ ആവേശത്ത് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. സത്യം പക്ഷെ സത്യം 10ാം ക്ലാസ്. ആരാണെങ്കിലും അത് പിന്നെ എക്സലന്റ് ആൾക്കാരല്ല. നമ്മളെ ഇക്രമൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു എബോ ആ ആവറേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവൻ NTSCയും ആ ഒരു NTS ഒക്കെ ക്ലിയർ. കിട്ടിയ പയ്യനാണ്. അപ്പം അല്ലാത്ത ഏതാളാണെങ്കിലും കിട്ടൂല. കിട്ടൂല മാത്രല്ല, ഇങ്ങനെ ചിലത് തൊടാനാവില്ല. ഇത് തൊടാനാവില്ല. ചാറ്റാണെന്നൊക്കെ ഡൗട്ട്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലുള്ള ടൈമിൽ 2022 PYQ ഒക്കെ വരിക അതെ. ഞങ്ങൾ പഠിച്ചു. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ലെവലായിരുന്നു. 2019, 20, 21 കറക്റ്റ്. അതെ. യെസ് യെസ്. നല്ല നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അപ്പൊ അപ്പൊ എങ്ങനെ നിനക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി ഇത് ശരിയാവും ശരിയാവും എന്നുള്ള ഇത് എങ്ങനെയാ വന്നേ? ഞാൻ വിട്ടു, ലൈക്ക് ഓൾമോസ്റ്റ് ഞാൻ വിട്ടു. ഞാൻ ഒന്നിക്ക് ഇത് നടന്നില്ല, ജെയ് നടന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം, ആ ഒരു പ്ലെയിനിൽ വന്നയാ. ആ ഓക്കെ, ജെയ് വന്നില്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജ് എടുക്കും, PSC ചെയ്താം, ഇങ്ങനെയൊക്കെ പ്ലാൻ സെറ്റ് ആക്കി വെച്ച് ആ പെട്ടെന്ന് ഒരു ജോലി വേണം, അത്രേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരു പ്ലാനിൽ പോയതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സാധനം കണ്ടിന്യൂ ചെയ്തു. ഞാൻ ചെയ്യേണ്ട വർക്ക് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്തു. ലൈക്ക് എന്താണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യൂ. എക്സ്ട്രാ PYQs ഒന്നും ആദ്യം ചെയ്തില്ല. ക്ലാസ് കംപ്ലീറ്റ്ലി ആപ്പ് വൃത്തിക്കാക്കുന്നത്. കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. ആപ്പ് വൃത്തിക്ക് ഫോളോ ചെയ്തു, ഒന്നും പെൻഡിങ് ഒന്നും വന്നിട്ടില്ല. ഓ. ക്യൂസ് ഉണ്ടെങ്കിൽ ക്യൂസ് അറ്റൻഡ് ചെയ്യും. നീ മാർക്ക് പണ്ട് നല്ല കുറവായിരുന്നു. ഇങ്ങനെയായിരുന്നോടാ, അല്ലെങ്കിൽ അതും ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നാണോ? അതായത് ഏത് ഇതൊരു ഡിസിപ്ലിന്റെ പാർട്ടാണല്ലോ അത്. സാർ, ഞാൻ ഭൂലോക മടിയനാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ടും ആപ്പ് ഫോളോ ചെയ്യാനൊക്കെ പറ്റിയേ? അത് ലൈക്ക് ആ ഒരു ടൈമിൽ അങ്ങോട്ട് പോയതാണ്. എനിക്കത് എന്തെങ്കിലും ഒന്ന് കിട്ടണം, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഒരു ജോലി ആവണമെന്ന് ഞാൻ വിചാരിച്ചത്. മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ഡ്രോപ്പ് എടുക്കുന്നത് എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല. ഞാൻ അതിന് എന്തായാലും റെഡി ആവില്ല. അപ്പൊ പിന്നെ ഓക്കെ. ഇതെനിക്ക് അപ്പൊ ഏത് പോയിന്റില്ല ഞാൻ എപ്പോഴും പറയുന്ന മറ്റേ കഥ ഉണ്ട്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലാണ് എനിക്ക് ബുദ്ധി ഉണ്ട് തോന്നുന്നു. അപ്പൊ നിനക്ക് എപ്പോഴും അതൊരു ഒരു അല്ല, എനിക്ക് കോൺഫിഡൻസ് ഞാൻ സ്വയം വിചാരിക്കും എനിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആണല്ലേ? അപ്പൊ ഞാൻ ഇത് മറ്റേ സെറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ വിചാരിച്ച ഇതാണോ സാധനം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവല്ലേ ഫസ്റ്റ്? ഞാൻ ഇതെനിക്ക് സിമ്പിള്, ഇങ്ങനെ ആ സെറ്റൊക്കെ കഴിയുമ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ പിന്നെ ഈ ഈ പോയ ഇപ്പൊ വിട്ട് എന്നൊക്കെ പറഞ്ഞ പിന്നെ എപ്പോഴാ ഒരു കോൺഫിഡൻസ് നടക്കും എന്നൊക്കെ തോന്നിയത്? ഏകദേശം എപ്പോഴായിരിക്കും? +2 എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ? പ്ലസ് ടു എത്തിയപ്പോ ഞാൻ ലൈക്ക് +1 ലാസ്റ്റ് നമ്മൾ വൺ ഷോട്ടിലേക്കൊക്കെ മൂവ് ചെയ്തു. ആ ലാസ്റ്റ് ക്ലാസ് ഷിനാസ് സാർ എടുത്തത്. ഷിനാസ് സാർ. ഓക്കെ. നമുക്ക് ലൈക്ക് പുള്ളിയുടെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. ആ ഞാൻ വിചാരിച്ചു ലൈക്ക് എന്നാ വൺ ഷോട്ട് കാണുന്നില്ല, ഞാൻ ഒരു ദിവസം 3 മണിക്കൂർ ഇരുന്നിട്ട് ഫുൾ വീഡിയോ കണ്ടു തീർക്കുന്നു വെച്ച്. ഓക്കെ അപ്പോഴാണ് ഞാൻ ഷെഡ്യൂളിൽ നിന്ന് മാറി തുടങ്ങിയത്. ഞാൻ ഓക്കെ. 3 മണിക്കൂർ ഫിസിക്സ് നല്ല ലെവലായി വന്നു. ഷിനാസ് കറക്റ്റ്, അതായത് ആ, പ്രോബ്ലം ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കൃത്യമായിട്ട് അതും ഒരു വലിയ ഹെവി പ്രോബ്ലംസ് മാത്രമേ പറയൂ. അതും അതെ അതെ. ബേസിക്കലി നല്ല വൃത്തിക്ക് പോകും. ഉം. സാറിന്റെ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ മനസ്സിലായി. ഒരു ഇതാണ്. അപ്പൊ പിന്നെ ഷിനാസ, അതുകൊണ്ട് എനിക്ക് ഫിസിക്സ് പിന്നെ ടെൻഷൻ ഇല്ലായിരുന്നു. മനസ്സിലായി. കെമിസ്ട്രി പിന്നെ കുറച്ച് അത്യാവശ്യം ഇഷ്ടമായിരുന്നു. മാത്സ് പിന്നെ കെമിസ്ട്രി തന്നെയാണ് നിനക്ക് ആവശ്യത്തിന്. മാർക്ക് സ്കോർ ചെയ്തത് അല്ലെ? മാത്സും പിന്നെ പിടിച്ചിട്ടുണ്ടോ? കെമിസ്ട്രി 99 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫിസിക്സ്. ഫിസിക്സ് 97. മാത്സ് ഓക്കെ കുറഞ്ഞു. ഓക്കെ. റൈറ്റ്. ആൻഡ് ഇതിന്ന് പിന്നെ ഓക്കെ +1 അങ്ങനെ +1 ബോർഡ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? +1 ബോർഡ് എക്സാം
എനിക്ക് തോന്നുന്നു എത്രയോ ഒരു ആകെ കുറഞ്ഞത് 21 മാർക്കായിരുന്നു +1 ആ +2 കഴിഞ്ഞപ്പോൾ. +1 12 മാർക്ക് എന്തോ കുറവ്. ഓ 12 അതും മിക്കവാറും ലാംഗ്വേജിലൊക്കെ ആയിരിക്കും ഉണ്ടാവും അല്ലെ? ഇംഗ്ലീഷിൽ 9, ബയോളജി 1 മാർക്ക്, ഫിസിക്സ് ഫിസിക്സ് കൂടുതലുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കൂടുതൽ. ഓക്കെ ഓക്കെ അപ്പൊ ഒരു 9 to ഒരു 12 പത്തൊമ്പത് മാർക്കാണ് ചിലപ്പോൾ പത്ത്. ലാംഗ്വേജിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഉം. പോയിട്ടുണ്ട്. അപ്പം ശരിക്ക് ഈ ജെഇ പഠിക്കുന്നുണ്ട് ബോർഡ് എക്സാമിന് പ്രശ്നമൊന്നും ശരിക്കും സംഭവിക്കുന്നില്ലല്ലോ? ഇല്ല, ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് കൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയായിരുന്നു. ആ ലൈക്ക് പഠിക്കുമ്പോൾ പഠിച്ച സാധനം മറ്റേ സാധനം ഉണ്ടായില്ല, നമ്മൾ എന്താ ഫൈവ് മാൻസ് ടെക്നിക്ക് എന്താ ആ ഫെയിൻമാൻ ആ ആ ഫെയിൻമാൻ ഒരു സാധനം ഇല്ലേ, ഞാൻ ആ സാധനം സാറിന്റെ വീഡിയോയിൽ അങ്ങനെ കേട്ടെന്ന് തോന്നുന്നു. അപ്പൊ മനസ്സിലായി. അന്നേരൊക്കെ ഇങ്ങനെ ഒരാളെ ഫുള്ള് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഈ ആ പഠിച്ചിട്ടുണ്ട്. ഒരാളെ അപ്പൊ അങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പരീക്ഷയിൽ എഴുതുമ്പോ അതുപോലെ എഴുതും, ഓ പക്ക ബേസിക് ആയിട്ട് ഉം, ഏറ്റവും സ്ക്രാച്ചിന് എഴുതും. മനസ്സിലായി. ലൈക്ക് പക്ഷെ അപ്പൊ ടൈം കുറെ കൺസ്യൂം ചെയ്യും, പക്ഷെ എനിക്കത് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ലൈക്ക് അറിയുന്നത് തേച്ചങ്ങോട്ട് എഴുതി കൊടുക്കുക. ആ, ആ, ആ. എങ്ങനെ നീ ഡിസ്ട്രാക്ഷൻസ് നിന്ന് രക്ഷപ്പെട്ട എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാം? ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ 10 കഴിഞ്ഞ് +1 സ്റ്റാർട്ടിങ് ആയപ്പോ തന്നെ ഒരു ഫീസ് അല്ല ആ അടച്ചല്ലോ, സമയത്താണ് +1 ചെറിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് സ്റ്റാർട്ട് പോയല്ലോ. ചെയ്തു. ട്യൂഷന്റെ കേട്ടില്ല. ട്യൂഷന്റെ രീതിയിൽ എടുത്തല്ലോ. ആ അതെ ആ അപ്പൊ പിന്നെ നമ്മള് ഡെഡിക്കേറ്റഡ് ആവണല്ലോ. മനസ്സിലായി. ആ പിന്നെ ഓ ആ 2 വർഷം നീ ഉപയോഗിച്ചിട്ടേ ഇല്ല? 2 വർഷം വളരെ റെയറാണ്, എപ്പെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കും, അപ്പൊ ഡിസേബിൾ ആക്കും. ഓക്കെ ഓക്കെ ഫൈൻ. കുറവ് തന്നെയാ, വളരെ കുറവ് ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ അൺഇൻസ്റ്റാൾ അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? അൺഇൻസ്റ്റാൾ ചെയ്താലും കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ ആ ഒരു ആദ്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് ഒരു ഇൻസ്റ്റാഗ്രാം ലൈറ്റ് എടുക്കും, അത് കുറച്ചൊരു ലാഗ് ഉണ്ടാവും. ആ ആ ആ അത് കുറച്ച് ദിവസം ഉപയോഗിച്ച് അതൊരു സ്മൂത്ത് ആകുമ്പോൾ വെബ്സൈറ്റിൽ എടുക്കാൻ തുടങ്ങും. ഓ അതും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും, റൈറ്റ് പിന്നെ റൈറ്റ്. യൂസ് ചെയ്യാണ്ട് ഡിസേബിൾ ആക്കി വിൽ വെക്കാൻ പവർ തുടങ്ങും. തന്നെയാണ് എന്താ നിന്നെ ഡ്രൈവ് ചെയ്ത സാധനം? അതായത് ഇൻസ്റ്റാഗ്രാം എന്തായാലും നിനക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഒന്ന് കണ്ടാലോ? അപ്പം വാട്ട് വാസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഇൻസ്റ്റാളിങ് ഇറ്റ് അഗൈൻ? അല്ല സാറേ, ലൈക്ക് നമ്മൾ അത് കളയേണ്ട ആ ഒരു 2 ദിവസത്തെ നമുക്ക് ആ വിഷയം തോന്നും, ഇൻസ്റ്റ ഇല്ലെങ്കിലും. ഓക്കെ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ ഒരിക്കൽ 2 വട്ടം കളഞ്ഞു നോക്കി, ആ ഒരു 2 ദിവസം നമുക്ക് ആ പ്രോബ്ലം തോന്നുള്ളൂ, ഓക്കെ. ഇൻസ്റ്റ കളഞ്ഞാലും. പിന്നെ നമ്മൾ പോയി ഇൻസ്റ്റാൾ ആക്കുന്നതിന്റെ കുടുങ്ങി പോന്ന. അല്ല അങ്ങനെ നിനക്ക് തോന്നിയിട്ടേ ഇല്ല? അതായത് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയാൽ കാരണം എന്തായാലും ഡൗൺ ആയ സമയം ഉണ്ടാവും, മൂഡ് ഓഫ് ഉള്ള സമയം ഉണ്ടാവും, ആ ഒന്ന് ഫണ്ടിന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ ഇപ്പൊ വിചാരിക്കും ഇവിടെ വന്നിട്ട് ഓപ്പൺ ആക്കാം. ഓക്കെ. ഈ ലൈക്ക് ഈ ഈ ഈ സാധനം കിട്ടാൻ എന്താ നീ ചെയ്തോണ്ടിരുന്നത്? അതായത് NIT ലൈഫ്, IIT ലൈഫ്, അങ്ങനത്തെ ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ? നല്ലോണം നോക്കാറുണ്ടായിരുന്നു യൂട്യൂബ്. ഞാൻ പഠിച്ചതിനേക്കാളും ടൈം ഞാൻ ഇതൊക്കെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവും. കാലിക്കറ്റ് NIT എന്താ പരിപാടി, ഓക്കെ മറ്റേ എല്ലാ കോളേജിന്റെയും മറ്റേ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരൊക്കെ എനിക്ക് ബൈഹാർട്ടായിരുന്നു ആ ടൈം. ഞാൻ ഓക്കെ. പഠിച്ചതിനേക്കാളും ഈ പരിപാടിയുടെ കോളേജിൽ എന്താ, കോളേജ് ലൈഫ് എന്താ, പാക്കേജ് എത്രയാ, ആ അങ്ങനത്തെ കാര്യം നോക്കി. പഠിച്ചതിനേക്കാൾ ഞാൻ ചെയ്ത നല്ല കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ഇൻട്രസ്റ്റ് വരാൻ ലൈക്ക് വർക്കായി ചെറിയ രീതിയിലെങ്കിലും. അല്ല ഇതിപ്പോ ഞാൻ റീസെന്റ് ഇങ്ങനെ ഞാൻ വായിച്ചു ഈ ഡിസിപ്ലിനൊക്കെ വേണ്ടത് ശരിക്കൊരു ഗോൾ ഒരു ഡ്രീം ഇങ്ങനെ ഇൻട്രസ്റ്റ്. മനസ്സ് കുത്തി കുത്തി കയറ്റുന്നതാണ് ഏറ്റവും. ഇപ്പം എനിക്കൊക്കെ ഇപ്പൊ ഞാൻ ഡൗൺ ആകുമ്പോൾ ചിലപ്പം ഇലോൺ മസ്കിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴായിരിക്കും 500 ബില്യൺ വേർത്ത് എന്നൊക്കെ കാണുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക നമുക്കൊരു ആവേശം കേട്ടോ. അപ്പൊ അത് ഫ്രീക്വന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾവേസ് നമ്മൾ ആ സാധനം മനസ്സിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര അതന്നെ, നല്ല ഫുഡ് കഴിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കട്ട് ഓഫ് എത്രയാണ് നോക്കും, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് എത്ര മാർക്കാ വരും, ഓക്കെ. അങ്ങനത്തെ സാധനം നോക്കും. മനസ്സിലായി. ഈ +2 കുട്ടികളോട് എന്താ നിനക്ക് പറയാനുള്ളത്? +2 സമയം എങ്ങനെയായിരുന്നു നിന്റെ? പ്രത്യേകിച്ച് ആ, ഈ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ലാബ്, ആ പിന്നെ സാറേ, അതേപോലെ തന്നെ ലാബ് എന്തോ ഭാഗ്യത്തിന് ഞാൻ എന്റെ ഫ്രണ്ട്സുകളുണ്ട്, ലൈക്ക് എനിക്ക് ഒരു 2 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു അശ്വതി, ഒരു സ്വാതി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ട്സ് പിന്നെ ആണല്ലോ. ലൈക്ക് അവര് കംപ്ലീറ്റ്ലി എന്റെ ജേണൽ എന്ന് വെച്ചാൽ റെക്കോർഡ്, ലൈക്ക് ഇവിടെ ആ ജേണൽ നാട്ടി ഓക്കെ. കോളേജിൽ അങ്ങനെ ശീലായി. ആ ആ റെക്കോർഡ് എഴുതുമ്പോൾ കംപ്ലീറ്റ്ലി അവരെന്റെ റെക്കോർഡ് എഴുതി അവരെന്നെ സബ്മിറ്റ് ചെയ്ത് തന്നു ആ ടൈമിൽ. ആ ഒരു ലൈക്ക് അന്നൊരു ദിവസം പഠിച്ചത് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കിട്ടത്തില്ല. സത്യം 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 ഓരോ ക്വസ്റ്റ്യൻസും അത്ര ഓരോ ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ തെറ്റിയോണ്ടാണ് എന്റെ കാലിക്കട്ടിലെ സീറ്റ് പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പം ഇതില് ഓക്കെ ഓക്കെ റെക്കോർഡ് അവർ ചെയ്തു തന്നു, പക്ഷെ എന്നാലും ലാബിൽ പോവാ അവസാനത്തെ സമയത്ത് ഇപ്പൊ ഒരു ജനുവരി ഒക്കെ ആയാലും എല്ലാ കുട്ടികളും ലാബിന്റെ പുറകെയായിരിക്കും. ലാബില്ല. അപ്പൊ അന്നേരം എന്താ നീ ചെയ്തത്? റെക്കോർഡ് ഇവരെ എഴുതി തന്നു വിചാരിക്കാം. റെക്കോർഡ് അവരെ എഴുതി തന്നു. പിന്നെയുള്ള കാര്യം എന്താ പറയാ,
ലാബിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാനല്ലേ. ആ നമ്മൾ പഠിച്ച കാര്യമാണല്ലോ ഫിസിക്സ്, അപ്പൊ നമുക്ക് ആ ഒരു ടൈമിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ ആ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയായിരിക്കും, ലൈക്ക് ഫോക്കൽ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഞാൻ ഇക്വേഷൻ തിരിച്ചിട്ടിട്ട് ആ സാധനം നമ്പർ കണ്ടുപിടിക്കും. ആക്കി വെക്കും, എന്തെങ്കിലും എഴുതി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എല്ലാം റിവേഴ്സ് ചെയ്യാനൊക്കെ ചെയ്യും. പിന്നെ വലിയ എക്സ്പെരിമെന്റ് ആയിട്ട് പഠിക്കാനൊന്നും ഇല്ലായിരുന്നു. കെമിസ്ട്രി സാൾട്ട് അനാലിസിസ് നമുക്ക് ജയിക്കുവാണല്ലോ. ആ ഓക്കെ അതന്നെ സാൾട്ട് അനാലിസിസ് ഞാൻ. സാൾട്ട് അനാലിസിസ് നമുക്ക് ജയിക്കുവാണായിരുന്നു. അതിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ ജെയിന്റെ എക്സാമിനും കിട്ടി. ഓക്കെ ഓക്കെ അത് ഋഷാദ് സാറിന്റെ ക്ലാസ് നല്ല വൃത്തിക്ക് ലാസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. മനസ്സിലായി മനസ്സിലായി. ഋഷാദ് സാറൊക്കെ അന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നീ ഓരോ ഋഷാദ് സാർ ഫുള്ള് സബ്ജക്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് അറിയണമെങ്കിൽ. ഞാൻ അന്ന് നമ്മള് ഇവിടെ വന്നില്ലേ, ഇൻകലില് വന്നല്ലേ ആ യെസ് വന്നായിരുന്നു. ആ അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ കുറെ കോണ്ടാക്ട് കിട്ടിയത്. ആ ആ അതിന് മുന്നേ ആരും ഇങ്ങനെ ലൈക്ക് ഡയറക്ട്ലി ഞാൻ ഒരു NIT ലൈക്ക് IIT സംസാരിച്ചിട്ടില്ല. ആ സിയാസ് സാറ് എന്നെ ഒരിക്കൽ നമ്മുടെ എജുപോർട്ടിന്റെ ഒരു മോക്ക് എക്സാം ഇല്ലായിരുന്നു, ഓക്കെ ആ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അമ്മേനോട് പറഞ്ഞ അമ്മയെ കിട്ടത്തൊന്നും ഇല്ല, നമുക്ക് ആ ഗെയിം റെഡി നോക്കാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കുകയായിരുന്നു. ആ. അപ്പൊ അന്ന് രാത്രി സിയാസ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ അത്യാവശ്യം നല്ല വൃത്തിക്ക് എഴുതി നീ, ഉം. അങ്ങനെ പറഞ്ഞു. പിന്നെ അമ്മേനോട് നമ്മളെ CBT ടെസ്റ്റ് ആയിരിക്കും അല്ലേ? CBT ടെസ്റ്റ് അത് ഒരു 3 ബസ്സൊക്കെ കയറിപ്പോയിട്ടാ. റൈറ്റ് റൈറ്റ് അത് ശരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ അത് എഴുതണം കേട്ടോ. മിക്കവാറും നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടില്ല എന്താ അന്ന് ജെയിന്റെ അന്ന് സർപ്രൈസ് ഒന്നും ഉണ്ടല്ലോ. നിനക്ക് സെഷൻ 1 ആയിരുന്നില്ല, ഞാൻ സെഷൻ സെക്ഷൻ ഇല്ല വേണം. സ്കോർ. ഞാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ CBT ചെയ്ത് ഞാനായിരിക്കും. ആ ഞാൻ 6 CBT വെച്ചാലും ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. ഞാൻ ഒരു 7-8 CBT നല്ല എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ആ ആ. പിന്നെ വീട്ടിൽ നിന്ന് എഴുതിയ ടെസ്റ്റ് വേറെയും, വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഓൺലൈനായിട്ട് ആര് വെക്കുന്നതാണെന്ന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ആരൊക്കെയായിരുന്നു നിന്റെ ഫേവറേറ്റ്? മാത്സ് നമ്മളെ അനീസ് സാറ്. ഓക്കെ ചിരിച്ചുകൊണ്ട് പുള്ളി ക്ലാസ്. പുള്ളീന്റെ ഒരു ഇത് വേറെ തന്നെ. പിന്നെ കെമിസ്ട്രി ഋഷാദ് സാർ അടിപൊളിയായിരുന്നു. ഋഷാദ് സാർ പറയുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാറിന്റെ ഒരു വേറെ തന്നെ സെപ്പറേറ്റ് ടീച്ചിങ് സ്റ്റൈലുണ്ട്. ലൈക്ക് ആ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് ഒരു ഓരോ ഹെൽപ്പിങ്, മനസ്സിലായി ഓക്കെ അതൊരു കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഫിസിക്സ് അവര് 3 പേരും, ഷബീർ സാർ വന്നായിരുന്നു. ഓക്കെ പിന്നെ റൈറ്റ്. ഷിനാസ് സാർ നേരത്തെ ഷിനാസ് സാർ പറഞ്ഞു. പറഞ്ഞു. ഓക്കെ ഇനി അടുത്തത് നിന്റെ ഒരു പ്രിപ്പറേഷനിൽ ഇപ്പം നീ ഒന്നും കൂടെ എഴുതണം അല്ലെ, +1 ഒന്നും കൂടി പഠിക്കുകയാണെങ്കിൽ നീ അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ, അതായത് നീ ഒന്നാമത് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ലൈക്ക് വിച്ച്. ഒന്നാമത് ഞാൻ ഒരുപാട് അനാലിസിസിന് മേലെ ടൈം കൊടുത്തിട്ടുണ്ടോ, ആ അതൊരു ലൈക്ക് ആ സമയത്തൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊരു ഫാക്ടർ മനസ്സിലായി തോന്നിയിട്ടുണ്ട്. അത് ഇപ്പം നീ ഉദ്ദേശിച്ചതാണെന്നല്ല. ഇപ്പൊ കുറെ കുട്ടികൾ ചെയ്യുന്ന വെച്ചാല് NIT കാലിക്കറ്റ് കിട്ടാൻ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ എത്ര, കമ്പ്യൂട്ടർ സയൻസ് NIT കാലിക്കറ്റ് കിട്ടാൻ ഓക്കെ 97% മതി, ഓക്കെ 97 കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോ സെഷനിൽ എങ്ങനെയായിരിക്കും കുറെ സമയം. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് നമ്മൾ 100% കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പഠിക്കാം. അതിന്റെ കിട്ടിയെടുത്ത് എന്ത് ചെയ്യാം, ബാക്കി ഏത് ബ്രാഞ്ച് എടുക്കണം. ഇപ്പം ചില ആൾക്കാർ സാർ എനിക്ക് പിന്നെ എന്താ സർക്യൂട്ട് ബ്രാഞ്ചസ് തന്നെ കിട്ടണം, അതിന് ഇത്ര വേണ്ടതെന്നൊക്കെ. എനിക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അല്ല അത് കിട്ടാൻ എങ്ങനെ പഠിക്കണം, എത്ര, അതിന്റെ മുകളിൽ വെറുതെ സമയം കളയുന്നത് വേസ്റ്റ് തന്നെയാണെന്ന് എനിക്കും തോന്നിയിട്ട്. വെറുതെ സമയവും പോവും പ്രഷറാവും എന്നുള്ളത് ഭയങ്കര ഒരു സാധനമാണ്. പിന്നെ ഏറ്റവും വലിയ വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഹോം സിക്നസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ വിചാരിച്ചു ഞാൻ NIT കാലിക്കട്ടെ പോകും. പിന്നെ സാറിന്റെയും വീഡിയോസ് കേട്ട് എനിക്ക് വേറൊരു സാധനം ഇല്ല, IIT എന്ന് പറഞ്ഞ മൈൻഡിലില്ല. ഓക്കെ ഓക്കെ ആ ഹാ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് അല്ലേ? എനിക്ക് വീട്ടിൽ നിന്ന് അറിയിക്കുക. അപ്പൊ ആ ഒരു സാധനം എന്നിട്ട് ഞാൻ ഇപ്പൊ 2000 കിലോമീറ്റർ ഇപ്പുറമാണ് നിൽക്കുന്നത്. റൈറ്റ് ആ ഹാ ഹാ അത് വേറെ കാര്യം. റൈറ്റ്. ലൈക്ക് ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചത് NIT കാലിക്കറ്റ് മതി, നമുക്ക് വേറൊന്നും വേണ്ട, അതിനുശേഷം ഒന്നുമില്ല. വേറെ NIT പറ്റി ചിന്തിച്ചിട്ടില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല. കാലിക്കറ്റ് അല്ലെങ്കിൽ കീമിലായിരുന്നു കോളേജ്, ആ ഒരു രീതിയിൽ നിൽക്കാന്ന് വിചാരിച്ചിരുന്നു. മനസ്സിലായി. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. അന്ന് ഒന്ന് IIT പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പം കാലിക്കറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ ഓക്കെ റൈറ്റ് റൈറ്റ് ഫൈൻ. ആൻഡ് ലാസ്റ്റ് ഇപ്പൊ ഉള്ള +1 കുട്ടികളോട് എന്ത് പറയും, +2 കുട്ടികളോട് എന്താ നിന്റെ അഭിപ്രായം? +1 കുട്ടികളോട് സ്റ്റിക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ടഫാകും, ആ പക്ഷെ അങ്ങനെ ഇട്ടിട്ട് പോറ്. ആ കണ്ടിന്യൂ ചെയ്താല് ഒരു സമയത്ത് ലൈക്ക് പെട്ടെന്ന് അത് നിങ്ങളുടെ സൈഡിലേക്ക് തിരിയും. അതുവരെ നിങ്ങളെ എഗെയിൻസ്റ്റ് ആയ സാധനം പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരിക്കും, നിങ്ങൾക്ക് ഫേവറിലേക്ക് വരും. അതുവരെ നിങ്ങൾക്ക് ഭയങ്കര ടഫായ ജേണി ആയിരിക്കും, പെട്ടെന്നൊരു നിങ്ങളുടെ സൈഡിലേക്ക് അത് മാറും. right. അതുപോലെ +2കാർക്ക് +1 ടോപ്പിക്സ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും. ഉം. അങ്ങനെയുള്ള കൂട്ടർ
പ്ലസ് ടു ക്വസ്റ്റ്യൻസിന്റെ മേലെ ഫോക്കസ് ചെയ്യുക, പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സിന്റെ. ഉം. പിന്നെ എല്ലാവരും മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വർക്ക് എനർജി പവർ ഒക്കെ മര്യാദക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പ്ലസ് ടുവിലെ കുറെ ചാപ്റ്റേഴ്സിൽ പ്രശ്നങ്ങൾ വരും. ഓക്കെ, കൂൾ കൂൾ, മനസ്സിലായി. ലൈക്ക് പ്ലസ് ആൻഡ് ടു കുറെ സ്ഥലത്ത് ഇപ്പൊ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. പ്ലസ് വൺ ഒരു ആണോ? ബോധമൊക്കെ ഒന്നും പഠിച്ചിട്ടില്ല, ജയിക്ക് വേണ്ടിയേ പഠിച്ചിട്ടില്ല. ഒരു ഓക്കെ. ബോധമൊക്കെ വരുന്നുണ്ട്. ആ കുട്ടികളോട് എന്താ പറയുക, ഇനി ബോർഡ് എക്സാം പഠിച്ച് പിന്നെ നോക്കാം, റിപ്പീറ്റ് ചെയ്യാൻ പോകണോ, അല്ലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണോ? എന്തായാലും ട്രൈ ചെയ്യാം. ആ, ഈ ഓക്കെ. മോക്ക് എക്സാം ആണ്, മോക്ക് എക്സാം പറ്റുന്ന അത്രേ എഴുതുക. ഒരു സുഖമായിട്ട് ആർക്ക് വേണേലും സുഖമായിട്ട് ഒരു 90 മേലെ പോകാൻ വലിയ പ്രശ്നമൊന്നുമില്ല. 90 മോള് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം റിപ്പീറ്റ് ചെയ്യണ ഒരുവിധം എല്ലാ സ്ഥാപനത്തും ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാല്ലേ? ആ അതെ, സത്യം. ഞാൻ ആ ഒരു സാധനം കണ്ടു, ഞാൻ എല്ലായിടത്തും കണ്ടു. ഒരു 90-95 ഒക്കെ ഉള്ള കൂട്ടർക്ക് അത്യാവശ്യം യെസ് യെസ്, ഫ്രീ ഫ്രീ ആണ്. ആയിട്ട്. പിന്നെ ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ടാലന്റഡ് ആയ പിള്ളേരുണ്ടാവും സാറേ. ആ, ലൈക്ക് അതെ അതെ. നമ്മളെ ഈ എന്താ ശാസ്ത്രമേളക്കും അവിടെയൊക്കെ പറഞ്ഞ് ഭയങ്കര ആ, ക്വിസിലൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ആൻസർ പറയുന്നേ, മനസ്സിലായി. നമ്മളങ്ങനെ ചിന്തിക്കുന്ന ഓരോ പിള്ളേരുണ്ടാവും. ആ, പക്ഷെ അവർക്കൊന്നും ഈ അവയർനെസ് കിട്ടിയിട്ടില്ല. നാട്ടിൽ പല സ്ഥലത്തും ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ച് അവയർനെസ് നമ്മളെ നാട്ടും പുറങ്ങളിലല്ലേ? മറ്റു ഭയങ്കര കുറവാണ്. ലൈക്ക് ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്ന അവർ അറിയുന്നില്ല. ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഫോൺ എത്തി, സ്റ്റിൽ റൈറ്റ്. ഇപ്പോൾ ലാക്കിംഗ് ആണ്. ആ അവയർനെസ് കിട്ടിയ ഞങ്ങളുടെ ഇവിടെ EC-യിൽ 120 പിള്ളേരുണ്ട്. അതിൽ ആ, 60% മഹാരാഷ്ട്രൻസ്, 16 അതർ സ്റ്റേറ്റ് ആണ്. ആ, അതിൽ EC-യിൽ 40 പേര് തെലുങ്കാന ആന്ധ്ര. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. നമ്മൾ ഇത്രയും ലൈക്ക് നമ്മളടുത്ത് ടാലന്റ് ഇല്ലാണ്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് ആ സാധനം ഈ അവയർനെസ് കിട്ടൂല. അവയർനെസ് വളരെ കിട്ടുന്നില്ല. ലേറ്റ് ആയിട്ടാണ് പോവുക. അപ്പം ഇപ്പൊ തെലങ്കാനയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഏതൊരു കുട്ടിക്കും ഇത് എങ്ങനെയാ പഠിക്കേണ്ടതെന്നൊക്കെ ഒരു 8ാം ക്ലാസ് മുതലേ സാധനം അറിയായിരിക്കും. എന്റെ റൂംമേറ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ റൂംമേറ്റ് CSE കാരനായിരുന്നു. ആ അവൻ എത്രയോ ഓൾ ഇന്ത്യ 5000 6000 എന്തോ റാങ്കാ. ആ ആ ആ, അവനെന്താ 6ാം ക്ലാസ് മുതൽ കോച്ചിങ്ങിന് പോയതാ. കറക്റ്റ്, അതെ അതെ. അവൻ IIT വേണ്ട, CSE വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനത്തെ അതെ അതെ, അങ്ങനത്തെ റൈറ്റ്. ഒരുപാട് ആൾക്കാരെ കിട്ടി. അതന്നെ ലൈക്ക് ഞാൻ ബ്രാഞ്ച് പ്രിഫർ ചെയ്യാണ്ട് കോളേജ് പ്രിഫർ ചെയ്തതിന് ഒരു കാരണം അതായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നീ ഇപ്പൊ ഈസി അല്ലേ? അയ്യോ, ഞാൻ മൈനിങ്. ഓ, മൈനിങ് ആണ്. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്, ഫൈൻ. ഓക്കേടാ. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവസാനിപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്, തകർക്കാം. ഓക്കെ. ഉഷാറാക്കി, കോളേജ് ലൈഫ് ഒക്കെ അടിപൊളിയാട്ടെ, നല്ല പ്ലേസ്. അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് എൻ്റെ ടൈമില് നമ്മുടെ ഈ ബുക്ക് വെക്കുന്ന അവധിയൊക്കെ ഉണ്ടായില്ലേ, ആ, ആ പൂജാടി. സമയത്താണ് ഞാൻ മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത്. ആ ആ ആ അതിന് മുന്നേ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ആ ആ, ആ ഒരു ടൈമിൽ ചെയ്യാൻ തുടങ്ങിയതിന്റെ മേലെയാണ് ജനുവരി ആകുമ്പോൾ കാര്യം കഴിഞ്ഞ് കിട്ടിയത്. റൈറ്റ് റൈറ്റ്. 2-3 മാസം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. പൂജ അതുവരെ എനിക്ക് ഹോളിഡേസ് തീരെ കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? ആ, ഒരു ഇല്ല. മാസം. ഒരു മാസം, റഫ്ലി ഒരു മാസം ആയിട്ടുണ്ടാവും. റൈറ്റ് റൈറ്റ്. ആ ആ ആ ആ, ഒരു 3 മാസം, ആ ഒരു 3 മാസത്തിന്റെ പ്രാക്ടീസ് മാത്രമേ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളായിരുന്നു. മനസ്സിലായി. ആ, പക്ഷെ ആ ഒരു ഡെയിലി ഞാൻ ഒരു 40-50 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ 50 ക്വസ്റ്റ്യൻ 60 ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ മാൻ. അപ്പം ഓക്കെ. അടിപൊളി, ഓക്കെ. തറക്ക. ശരി. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ഓക്കെ സാർ, താങ്ക് യു.